ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂർക്കയും മുട്ടയും കൊണ്ട് നല്ല ഒരു അടിപൊളി കറിയാണ്. ഇത് ചോറിനോടൊപ്പവും ചപ്പാത്തി, പുട്ട്, ദോശ, ബ്രെഡ് എന്നിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറി. നല്ല കുറിയ ചാറിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 1/2 കിലോ കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുട്ട മതിയാവും. ഇനി കൂർക്ക നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒരു 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു സവാള ഇതേപോലെ ചതുരത്തിൽ അരിഞ്ഞത് അതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ സിമ്മിലാക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ചു വെക്കാം, ഒന്ന് വെന്ത് കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒട്ടും കരിയാതെ സിമ്മിലിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് സിമ്മിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഇറക്കി വെച്ച് ആറിക്കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ കൂർക്ക സമയം കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടി ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കുറേ വെള്ളമായി പോകരുത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളതിനകത്ത് ചേർക്കുന്നത് ഈ ഒരു മുട്ടയാണ്. 1/2 കിലോ കൂർക്കയ്ക്ക് ഒരു മുട്ട ധാരാളം മതി. അധികം മുട്ടയെ കൊള്ളൂല. അപ്പോൾ നമുക്ക് ഒരു മുട്ട മതി. നല്ല കുറിയ ചാറിൽ നമുക്കിത് കിട്ടും. ഇനി നമുക്ക് ആ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ സ്റ്റൗ സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചാറ് നന്നായിട്ട് കുറുകി വരും. ഇനി അതേപോലെ തന്നെ ഈ മുട്ട നമുക്കൊന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പാകത്തിനാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. നല്ല അടിപൊളി സ്വാദാണ്. നല്ല കുറുകിയ ചാറിൽ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാകത്തിന് നമുക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് മൺചട്ടി ആയതുകൊണ്ട് ഒന്നും കൂടി പറ്റും. അപ്പോൾ നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കറിക്ക് നല്ല സ്വാദ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് അടച്ചു വെക്കുക. കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറിയ ചാറിൽ നല്ല സൂപ്പർ ടേസ്റ്റോടുകൂടി നമുക്ക് ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ബ്രെഡിനോടൊപ്പവും ഏതിനോടൊപ്പവും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല കറിയാണെന്ന്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.